ഹലോ നമസ്കാരം. നമുക്ക് ലൈവ് അപ്ഡേറ്റ് നോക്കാം. ലൈവിൽ അനീഷും വീട്ടുകാരും തമ്മിൽ പ്രശ്നമുണ്ടായേ. അതായത് അനീഷ് ഇരിക്കാൻ വന്ന സമയത്ത് ബാക്കിയുള്ളവരെല്ലാം കയറിയിരുന്നു. അങ്ങനെ അറ്റത്തെ സ്ഥലം മാത്രം ഒഴിച്ചിട്ടു. അനീഷ് എന്നും അങ്ങനെ ഒരു അറ്റത്ത് ഇരിക്കുന്നത് കൊണ്ട് അനീഷിനെ അവിടെ നിന്ന് ഒഴിപ്പിക്കാൻ വേണ്ടിയിട്ട് ആ സീറ്റ് പിടിച്ചിരുത്തിയിരുന്നു. എന്നിട്ട് ഇന്ന് രാവിലെ ഇരിക്കാൻ നേരത്തെ ആ സീറ്റ് വീണ്ടും ഒഴിപ്പിച്ചിട്ടു. എന്നിട്ട് അനീഷിനെ അവിടെ ഇരുത്താനായിട്ട് അവർ തീരുമാനിക്കുകയും ചെയ്തു. നേരത്തെ പറഞ്ഞു ഇവർ വന്ന് ക്ഷമ പറഞ്ഞാൽ മാത്രമേ ഞാൻ അവിടെ ഇരിക്കുകയുള്ളൂ എന്നൊക്കെ പറഞ്ഞിരുന്നു. അനീഷ് കുറേ നേരം അവിടെ നിന്നു. എങ്കിലും അത് പറ്റില്ല, ഇവിടെ ഇരുന്നേ പറ്റുള്ളൂ എന്നൊക്കെ ബിഗ് ബോസ് പറഞ്ഞപ്പോൾ സോഫയിൽ ഒരു സ്ഥലത്ത് പോയിട്ട് നമ്മുടെ അനീഷ് ഇരുന്നു. എന്നിട്ട് പറഞ്ഞു ഇതെൻ്റെ വലിയ വിജയമാണ് എന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ ഒരു സ്ഥലത്ത് കയറി ഇരിക്കുവാണ് നമ്മുടെ അനീഷ് ചെയ്യുന്നത്. പിന്നീട് പണിപ്പുര ടാസ്കൊക്കെ കഴിഞ്ഞ് വന്നപ്പോഴും നമ്മുടെ ആദിലയും നൂറയും വീണ്ടും ആ സീറ്റ് പിടിച്ചിട്ട് അവിടെ ഇരുന്നു കേട്ടോ. അപ്പോൾ അനീഷ് അവിടെ ഇരിക്കാൻ പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു വേറെ എവിടെയെങ്കിലും പോയി ഇരുന്നോ എന്ന് പറഞ്ഞു. അപ്പോൾ അനീഷ് പറഞ്ഞു ഇത് എന്നെ അപമാനിക്കുന്നത് പോലെയാണ് കേട്ടോ, എനിക്ക് അവിടെ ഇരിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞുകൊണ്ട് ബിഗ് ബോസിൻ്റെ അടുത്ത് പറയുന്നുണ്ട്. അപ്പോഴും ബിഗ് ബോസ് പറയുന്നുണ്ട് എവിടെയെങ്കിലും പോയി ഇരുന്നോളാം. ആ സമയത്ത് നമ്മുടെ നെവിൻ അനീഷിനെ പിടിച്ചിട്ട് അവിടെ ഒരു സ്ഥലത്ത് കൊണ്ടുപോയി ഇരുത്തിയിട്ടുണ്ട്. ഇവിടെ ഒരു കാര്യമുണ്ട് കേട്ടോ, ബിഗ് ബോസിനകത്ത് ആർക്കും സ്ഥിരമായ ഒരു സീറ്റില്ല എന്നതാണ് ഒരു സത്യം. അപ്പോൾ അനീഷ് ഇങ്ങനെ വാശി പിടിക്കുന്നത് തെറ്റാണ്. പിന്നെ രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത് ഇവിടെ ആദിലയും നൂറയും ഇങ്ങനെ ഒരു കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല കേട്ടോ. ഈ ഒരു കാര്യം മിക്കവാറും ആദിലയ്ക്കും നൂറയ്ക്കും എതിരായിട്ട് വരാനുള്ള ഒരു ചാൻസ് വളരെ കൂടുതലാണ്.